ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പഴങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പഴുപ്പ് കൂടി അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കറുത്ത് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ കളയാതെ ഈ പഴം വെച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് തയ്യാറാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 2 പഴം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ സ്നാക്സ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഴം തൊലി മാത്രമേ ഇതുപോലെ കറുത്തിട്ടുള്ളൂ, പക്ഷേ പഴം അങ്ങനെ ഓവറായിട്ട് പഴുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഓവറായിട്ട് പഴുത്ത പഴം വെച്ച് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ തൊലിയൊക്കെ പഴത്തിൻ്റെ കറുത്ത് പോകുന്നുള്ളത്. ഇനി ഇത് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പഴം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മറ്റേ പഴത്തിൽ വെച്ചും ഞാനൊരു സ്നാക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണിത്. ഇനി ഇതിലേക്ക് 2 പഴം എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. വൈകുന്നേരം ചായടുപ്പൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 പഴത്തിലേക്കുള്ള അളവാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റവയാണ്. ഇതിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഈ ഒരു റെസിപ്പിയിലേക്ക് മസ്റ്റാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എത്രയാണോ മധുരത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്ത് വരാം. ഈ സമയം ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കേക്കിൻ്റെ ആ ഒരു ടൈപ്പിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഇത് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ അതും വെച്ച് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ എല്ലായിടത്തും നെയ്യാവുന്നത് വരെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു അലുമിനിയം പാത്രം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു ബാറ്റർ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഈ ബാറ്റർ വേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, എന്നാൽ അധികം തിക്കാവാനും പാടില്ല. ഒരു കേക്കിൻ്റെയൊക്കെ ബാറ്ററിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തും അതിലേക്ക് അല്പം കാഷ്യും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കാൻ സമയത്ത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ആവി കയറുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. ഇനി ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതല്പം വലിയ പാത്രം ആയതുകൊണ്ട് ഇതിൽ തട്ടിട്ട് വെക്കുന്നില്ല, ഞാൻ തട്ടൊഴിവാക്കിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ പാത്രത്തിലാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തട്ടൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഇതുപോലെ ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നമ്മളൊന്ന് നോക്കണം, ഇത് കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാറില്ല, അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോഴേ കറക്റ്റ് അതിൻ്റെ വേവൊക്കെ അറിയും. അങ്ങനെ ഇപ്പോൾ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഈ ഫോയിൽ പേപ്പറൊക്കെ ഇങ്ങനെ ഓപ്പണാക്കി. അങ്ങനെ ഇപ്പോൾ ഇത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സ്നാക്സ്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണുള്ളത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നല്ലോണം ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോവും. അങ്ങനെ ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പഴം കൊണ്ടുള്ള നമ്മൾ അടിപൊളി സ്നാക്സ് തയ്യാറായി. അപ്പോൾ വൈകുന്നേരം ചായടപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഒക്കെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കറുത്ത പഴമൊക്കെ ഇനി നമുക്കിങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം. അതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.